ഹലോ ഗൈസ്, നമുക്കിപ്പം കുറേ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിക്കുന്നതാണ്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ചെസ്റ്റ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യണം, ഹാർട്ട് പെയിൻ ആണോ ഗ്യാസിൻ്റെ ആണോ എന്ന് പറയുന്നല്ലാതെ നമുക്കൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഇപ്പം വെച്ചാൽ എന്നാൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നമുക്ക് ഹാർട്ട് പെയിൻ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് എയ്ഡ് കേസ് ആയിട്ട് വരുവാണെങ്കിൽ 3 തരത്തിൽ നമുക്ക് അതിനായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അതായത് അറ്റാക്ക് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വരാം. രണ്ടെന്ന് പറയുന്നത് മസ്കുലർ പെയിൻ ആയിട്ട് വരാം, ചെസ്റ്റിൻ്റെ മസിൽസിന് ഉണ്ടാകുന്ന പെയിനാണ്. മൂന്നെന്ന് പറയുന്നത് അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പെയിൻ ആയിരിക്കാം, ഗ്യാസ് കയറുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ആസിഡ് റിഫ്ലക്സ് കൊണ്ടുണ്ടാകുന്ന പെയിൻ. അപ്പോൾ അങ്ങനെയുള്ള പെയിൻ ആയിരിക്കും. 3 തരത്തിലുള്ള പെയിനാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നമ്മൾ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണോ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ഒരു പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാലും നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെസ്റ്റ് പെയിൻ എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ വൈറ്റൽസ് ചെക്ക് ചെയ്യണം, അവരുടെ ഹാർട്ട് റേറ്റ്, അവരുടെ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, അവരുടെ പൾസ് പിടിച്ചിട്ട് അവർ പൾസിൻ്റെ റിതം എങ്ങനെയാണെന്ന് നോക്കണം, ഇറഗുലർ റിതമാണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഇതൊക്കെ നോർമലാണെങ്കിൽ മാത്രം നമ്മൾ അടുത്തിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്യും എങ്ങനെയാണെങ്കിലും. പിന്നെ പേഷ്യൻസിനോട് നമുക്ക് പേഷ്യൻ്റെ സിംറ്റംസ് ചോദിച്ചറിയാം. അപ്പം അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. നമുക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്ന അവർക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. അവർ പറയും ചെസ്റ്റിന് എന്തോ ഒരു കനം പോലെ, ഒരു ഗ്യാസ് കയറുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ഗ്യാസ് കയറി തിങ്ങി നിൽക്കുന്ന പോലെ എന്ന് പറയും. അപ്പോൾ തന്നെ അവർക്ക് കയ്യിൽ ബാക്കിലോട്ടും പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അവർക്ക് അങ്ങനെ ആയിരിക്കും അവർ പറയുന്നത്. അതേ സമയത്ത് അവർക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, നല്ലതായിട്ട് സ്വെറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് അത് ഹാർട്ട് അറ്റാക്കാണ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കുലർ പെയിൻ ആണ്. നമ്മൾ പെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ശ്വാസം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രീത്ത് ചെയ്യുമ്പോൾ ഒക്കെ വേദനയാണെന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്വാസം എടുക്കുമ്പോഴത്തേനും അവിടുത്തെ മസിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് പെയിൻ ഉണ്ടാകും. അതേ സമയത്ത് അവരോട് ലെഫ്റ്റ് കൈ ഒന്ന് പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെയിൻ ഉണ്ടാകും. അവർക്ക് തൊട്ട് കാണിക്കാൻ പറ്റും പെയിൻ എവിടെയാണ്. നമ്മൾ എവിടെയെങ്കിലും പിടിക്കുമ്പോൾ അവിടെ ആയിരിക്കും അവർക്ക് പെയിൻ ഉള്ളത്. അവിടെ നിന്ന് നോക്കി ചിലപ്പോൾ റെഡ്നസ് ആയിട്ട് എന്തെങ്കിലും കിടക്കണം. അത് റീസെൻ്റ് ആയിട്ടുള്ള മസ്കുലർ ആക്ടിവിറ്റി ഉണ്ടാകുന്ന പെയിനാണ്. ഇനി അസിഡിറ്റിക് പെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ആഹാരം എന്തെങ്കിലും തൊട്ടടുത്ത് ആഹാരം കഴിച്ചിട്ടുണ്ടാകും, അതിന് ശേഷമായിരിക്കും പെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് ലോവർ അബ്ഡോമിൻ്റെ അവിടെ നിന്ന് മേലോട്ട് ഇങ്ങനെ ഉരുണ്ട് കയറുന്ന പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ വൈറ്റൽസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നും കാണത്തില്ല, വൈറ്റൽസ് നോർമൽ ആയിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസിഡിറ്റിക് ആയിട്ടുള്ള ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിക്കവർ ആവും. നമ്മൾ എന്നിട്ടും ഏതൊരു പെയിനായിട്ട് വന്നാലും അവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ക്ലോസ് ഒബ്സർവേഷൻ ചെയ്യുക. നമ്മൾ ചെറുതായിട്ട് ഒരു അരമണിക്കൂർ മാനേജ് ചെയ്തിട്ട് അവർക്ക് പെയിൻ കുറയുന്നില്ല, അവർക്ക് വൈറ്റൽസിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അവരെ ഷിഫ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലും ചെയ്യുക എന്നുള്ളതാണ്.